പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ഇതൊരു കായിക പ്രജനന രീതിയാണ്. ഈ രീതി ഏതാണ്? ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഒന്നാമത്തെ ബഡ്ഡിംഗ് ആണ്. എന്താണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറയും. ബഡ്ഡിംഗ്, മുകുളം ഒട്ടിക്കൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് വേഗത്തിൽ പൂക്കും, കായ്ക്കും, അതുപോലെ ലൈഫ് സ്പാൻ കുറവായിരിക്കും. വേഗത്തിൽ പൂക്കും, പിന്നെ എന്ത് ചെയ്യും? കായ്ക്കുകയും ചെയ്യും. പക്ഷെ ആയുർദൈർഘ്യം കുറവായിരിക്കും, ലൈഫ് സ്പാൻ കുറവായിരിക്കും. ബി, മികച്ച ഇനം തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മറ്റ് 2 മാർഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എന്താണ് ബഡ്ഡിങ് നമ്മൾ പറഞ്ഞു, പിന്നെ ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ചെയ്യാം അല്ലെ? ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും, പതിവയ്ക്കലും കമ്പൊട്ടിക്കലും. പതിവയ്ക്കലും കമ്പൊട്ടിക്കലും, ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും അല്ലെ? ഇനി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകുളം ഒട്ടിക്കലിലൂടെ ഗുണമേന്മയുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചെടികളിലും മുകുളം ഒട്ടിക്കൽ സാധ്യമാണ്. മുകുളം ഒട്ടിക്കൽ ചെയ്യുന്നതിന് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ ആവണമെന്നില്ല. കവുങ്ങിൽ മുകുളം ഒട്ടിക്കൽ സാധ്യമാണ്. ഈ പറഞ്ഞതില് ഏതാണ്? എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുകുളം ഒട്ടിക്കലിലൂടെ ഗുണമേന്മയുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നത് ഒരു വൈദ്യുതി സർക്യൂട്ടിന്റെ ചിത്രമാണ്. ഇത് ഏത് തരം സർക്യൂട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് തരം സർക്യൂട്ടാണ്? തുറന്ന സർക്യൂട്ടാണ്. അതായത് ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടാണ്. രണ്ടാമത്തെ, ബൾബ് പ്രകാശിപ്പിക്കുന്നതിന് ഈ സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഈ സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നമ്മുടെ ഈ ചാലക കമ്പി എന്താണ്? നമ്മുടെ ബൾബുമായിട്ട് എന്ത് ചെയ്യണം? ബന്ധിപ്പിക്കുക. അതായത് നമ്മളുടെ കമ്പി ഇതുമായിട്ട് എന്ത് ചെയ്യണം? ബന്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ബൾബ് പ്രകാശിക്കുന്നതിനായിട്ട് ഈ സർക്യൂട്ടിൽ ചാലക കമ്പി എന്താണ്? മറ്റേ നമ്മളുടെ ബൾബുമായിട്ട് ബന്ധിപ്പിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലുകൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ താഴെ നൽകിയിരിക്കുന്നത് നോക്കൂ. ക്ലോക്ക്, എമർജൻസി ലാമ്പ്, റിമോട്ട്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കാൽക്കുലേറ്റർ. ഇവിടെ പ്രത്യേകത കണ്ടെത്തി അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകി പട്ടികപ്പെടുത്തുക. ഇത് നമുക്ക് എന്താണ്? റീചാർജും നോൺ റീചാർജബിളും അല്ലെ? റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, മറ്റത് നോൺ റീചാർജബിൾ. റീചാർജ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ? നോൺ റീചാർജബിൾ. റീചാർജ് ചെയ്യാൻ പറ്റുന്നതും നോൺ റീചാർജബിൾ ആയിട്ടുള്ളത്, റീചാർജ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ളതാണ്. റീചാർജ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? എമർജൻസി, പിന്നെന്താണ്? എമർജൻസി, അതുപോലെ മൊബൈൽ ഫോൺ, പിന്നെ എന്താണ്? ലാപ്ടോപ്പ്. ഇതൊക്കെയാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. നോൺ റീചാർജിൽ ഏതൊക്കെയാണ്? ക്ലോക്ക്, റിമോട്ട്, പിന്നെ എന്താണ്? കാൽക്കുലേറ്റർ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നോൺ റീചാർജബിളിൽ ഉള്ളത്. പിന്നെ അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സി, തുറന്ന സർക്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഫാൻ കറങ്ങുന്നു, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ബൾബ്, മിക്സി പ്രവർത്തിക്കുന്നു, വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നു. ഇതിലേതാണ്? സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ബൾബാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ സർക്യൂട്ടുമായി തുറന്ന സർക്യൂട്ടുമായി ബന്ധപ്പെട്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളെ അനുയോജ്യമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക. മഞ്ഞൾപ്പൊടി, മീഥൈൽ ഓറഞ്ച്, പതിമുഖലായനി, ഫിനോഫ്തലിൻ. ഇതിൽ എന്തെന്നാ നമുക്ക് എഴുതാവുന്നത്? നമുക്ക് എന്തൊക്കെ എഴുതാം? ആസിഡും ബേസുകളും അല്ലെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒന്ന് പ്രകൃതിദത്തമായത് അല്ലെ? പ്രകൃതിദത്ത സൂചകങ്ങള്, അതായത് എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും, മറ്റത് എന്താണ്? നമ്മുടെ ബിയിൽ എന്താണ് എഴുതുന്നത്? ലബോറട്ടറി അല്ലെ? ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ലബോറട്ടറി സൂചകങ്ങൾ. മലയാളത്തിൽ എഴുതുമ്പോൾ ലബോറട്ടറി സൂചകങ്ങൾ അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് എഴുതണം. മറ്റടുത്ത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എഴുതുന്നത്. മഞ്ഞൾപ്പൊടിയും പതിമുഖ ലായനിയുമാണ് ഏതിൽ വരുന്നത്? പ്രകൃതിദത്ത നാച്ചുറൽ പതിമുഖ ലായനിയും. മറ്റേതിൽ ഏതൊക്കെയാണ്? ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സും.
ഇനി ബി ക്വസ്റ്റ്യൻ, സർഗവേളയിൽ മാജിക് അവതരിപ്പിച്ച കുട്ടി പതിമുഖ ലായനിയെ മഞ്ഞ നിറമുള്ള ലായനിയാക്കി മാറ്റി. അതിനായി കുട്ടി ഉപയോഗിച്ച വസ്തു എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇതാണ്, നാരങ്ങ നീരാണ്. ഇനി സി ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ 2 സാമ്പിൾ ലൈനിലേക്ക് മീതയിൽ ഓറഞ്ചും മഞ്ഞളും ചേർത്തപ്പോൾ ലഭിച്ച നിറം മാറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന മറ്റു 2 പ്രകൃതിദത്ത സൂചകങ്ങൾ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം? നീല ശംഖുപുഷ്പം, ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്. വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അത് എഴുതാം. ചുവന്ന ക്യാബേജ്, ഹിബിസ്കസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജും ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യന്, വിത്തിൽ നിന്നല്ലാതെ മറ്റു സസ്യങ്ങളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാവുന്ന രീതിക്ക് പറയുന്ന പേരെന്താണെന്നാണ്. കായിക പ്രജനനം എന്നാണ്. ബി ക്വസ്റ്റ്യൻ, മുളപ്പിക്കാനായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇതിൽ എയും സിയുമാണ് തെറ്റെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. വിത്ത് എടുക്കുന്ന ചെടി വളരുന്ന മണ്ണിന്റെ ഗുണം. പിന്നെ സി എന്ന് പറയുന്നത് ആദ്യ കാലഫലത്തിലുണ്ടായ വിത്തെടുക്കുക. അപ്പൊ മുളപ്പിക്കാനായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ശരി ഉത്തരം ഏതൊക്കെയാണ്? വിത്തെടുക്കുന്ന ചെടി വളരുന്ന മണ്ണിന്റെ ഗുണം നോക്കണം. പിന്നെ എന്താണ്? ആദ്യകാല ഫലത്തിലുണ്ടായ വിത്ത് എടുക്കുക. അപ്പോ എയും സിയും തെറ്റാണ്. സി ക്വസ്റ്റ്യൻ, ഹായ്, നന്നായി പഴുത്ത നല്ല സപ്പോട്ട നടാനായി അതിന്റെ ഒരു കമ്പ് എനിക്ക് തരാമോ? കമ്പും സപ്പോട്ടയും തരാം, പക്ഷെ സപ്പോട്ടയുടെ കമ്പ് മുളയ്ക്കുമോ? പതിവയ്ക്കലിലൂടെ സപ്പോട്ടയുടെ തൈകൾ ഉണ്ടാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. വിട്ടുപോയവ പൂർത്തിയാക്കുക. അപ്പൊ എയിൽ എന്താണ്? മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ് ചെയ്യേണ്ടത്? ഈ കമ്പില് 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തില് വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അപ്പൊ രണ്ടാമത്തെ ബിയിൽ എന്താണ്? ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? വളയാകൃതിയിൽ ചെത്തി മാറ്റുക. സിയിൽ എന്താണ്? എന്ത് ചെയ്യണം? ചകിരിച്ചോറ്, മണ്ണ്, ചകിരിച്ചോറ്, പിന്നെന്താണ്? മണ്ണ്, ചാണകപ്പൊടി ഇത് ചേർത്ത മിശ്രിതം എന്ത് ചെയ്യണം? ചെറിയ നനവോടെ ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് കെട്ടിവെക്കണം. അതാണ് സി. ഡി എന്താണ്? 2 മാസത്തിന് ശേഷം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. ഇയിൽ എന്താണ്? വേര് മുളച്ച കമ്പ് എന്ത് ചെയ്യണം? പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിലോ എന്ത് ചെയ്യാം? നടാം. അപ്പൊ വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് എന്ത് ചെയ്യണം? ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുക. അങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ നാടൻ മാവായ ഗോമാവിന്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള മൽഗോവ മാവിന്റെ കമ്പ് ഒട്ടിച്ചു ചേർത്തു. ഇതിലെ റൂട്ട് സ്റ്റോക്കും സൈണും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? റൂട്ട് സ്റ്റോക്ക് ഏതാണ്? റൂട്ട് സ്റ്റോക്ക് നാടൻ മാവായ ഗോമാവാണ് എന്തെന്ന് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നാടൻ മാവായ ഗോമാവാണ്. പിന്നെ മറ്റേ സയൺ ഏതാണ്? സയൺ എന്ന് പറയുന്നത് മൽഗോവയാണ്, മൽഗോവ മാവാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും പുതിയ മുരിങ്ങച്ചെടികൾ ഉണ്ടാവും. മരിച്ചീനിയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന കായിക പ്രജനനം വഴിയാണ്. ഇഞ്ചിയിൽ പുതിയ തൈകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ്. വിത്ത് മുളച്ച് പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. ഇതിലേതാണ്? നമുക്ക് ഡിയില് ഏതാണ്? വേഗത്തിൽ എന്താണ്? ഓപ്ഷൻ ഏതൊക്കെയാണ്? സിയും ഡിയുമാണ്. ഇതില് തെറ്റായത് സിയും ഡിയുമാണ്. ഓപ്ഷൻ 2 ആണ് ഉത്തരം. സിയും ഡിയുമാണ് തെറ്റായത്. ഇനി സി ക്വസ്റ്റ്യൻ, ഒരു കുട്ടി തന്റെ വീട്ടിലെ നീലമാവിന്റെ കമ്പ് നാടൻ മാവിൽ വച്ച് പിടിപ്പിച്ച് തൈ ഉണ്ടാക്കി. ആ മാവിന്റെ 3 നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഒന്ന് വേഗത്തിൽ എന്ത് ചെയ്യും, പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ കൂടുതൽ വിളവ് ലഭിക്കും. പിന്നെ എന്താണ്, ഉയരം കുറവായിരിക്കും. അപ്പൊ ഉയരം കുറവായിരിക്കും, കൂടുതൽ വിളവ് ലഭിക്കും, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതാണ് എഴുതേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ജൈവവളത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ബി ആണ്. മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ, മണ്ണിന്റെ ഘടനയെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ബി ആണ്. ബി ക്വസ്റ്റ്യൻ, ഹാനികരമായ കീടങ്ങളെ നിയന്ത്രിക്കുന്നതായി ജൈവ കീടന നിയന്ത്രണം കൂടാതെ കർഷകർ സാധാരണ സ്വീകരിക്കുന്ന മറ്റു 2 മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ യാന്ത്രിക കീടനിയന്ത്രണം അല്ലെ, മെക്കാനിക്കൽ കൺട്രോൾ മെഷേഴ്സ്, യാന്ത്രിക കീട നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോൾ മെഷേഴ്സ്, പിന്നെ എന്താണ്, കീടനാശിനി പ്രയോഗം, കെമിക്കൽ കൺട്രോൾ അല്ലെ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉപയോഗിക്കുന്നത്, ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, പിന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത്, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? അതെ അല്ലെ, രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ ഘടനയെ തന്നെ അത് നശിപ്പിക്കും അല്ലെ. അപ്പോ അത് ശരിയാണ്. അതിന്റെ ഇത് നിങ്ങൾ എഴുതുകയാണ് വേണ്ട. ഒന്ന് മണ്ണിന്റെ ജൈവാംശം കുറയും, അതുപോലെ മണ്ണിരയെ പോലെയുള്ള ജീവികളൊക്കെ നശിച്ചു പോകും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, 6A ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന നിരീക്ഷണ ഫലം വിലയിരുത്തി ലായനികളെ തിരിച്ചെഴുതുക. ലായനി 1-ൽ നീല ലിറ്റ്മസ് മുക്കിയപ്പോൾ നിറം ചുവപ്പായി, എന്നാൽ ചുവന്ന ലിറ്റ്മസ് മുക്കിയപ്പോൾ നിറമാറ്റം ഉണ്ടായില്ല. ലായനി 2-ൽ നീല ലിറ്റ്മസ് മുക്കിയപ്പോൾ നിറമാറ്റം ഉണ്ടായി, എന്നാൽ ചുവന്ന ലിറ്റ്മസ് മുക്കിയപ്പോൾ നീല നിറമായി. ഇതിൽ ലായനി 1 എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആസിഡ് ആണ്. രണ്ടാമത്തെ ലായനി എന്ന് പറയുന്നത് ഏതാണ്? ബേസ് ആണ്. രണ്ടാമത്തെ ലായനി ബേസ് ആണ്. ലായനി 1-ന്റെയും ലായനി 2-ന്റെയും പ്രത്യേകതകൾ എഴുതുക. ലായനി എന്താണ്? ലായനി 1 പുളി രുചിയും, പിന്നെ എന്താണ്, ഒന്നിന് കാരരുചിയും ആണ് അല്ലെ. ഒന്നില് സോർ ടേസ്റ്റും, മറ്റൊന്നില് സ്ലിപ്പറി ആണ് അല്ലെ, ആസിഡ് ടേസ്റ്റും, അല്ല സോറി, എന്താണ്, പുളിയുടെ സോർ ടേസ്റ്റും, മറ്റൊന്ന് കാരരുചിയുമാണ്. സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായ തലക്കെട്ട് നൽകി തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. പുളിരുചിയുണ്ട്, കാരരുചിയുണ്ട്, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, മീതയിൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. അപ്പൊ ഇവിടെ ആസിഡ് എന്നാണ് എഴുതേണ്ടത്, മറ്റടുത്ത് ബേസ് ആണ്. അപ്പൊ ആസിഡിന്റെ പ്രത്യേകത എന്താണ്? പുളിരുചിയുണ്ട്, അതുപോലെ തന്നെ എന്താണ്, കാരരുചി, ബേസിന് എന്താണ്, കാരരുചിയുണ്ട്. ഇതിന് പുളിരുചിയാണെങ്കിൽ ഇതിന് കാരരുചിയുണ്ട്. അടുത്തത് എന്താണ്? മീതയിൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. ഇതെന്താണ്? ആസിഡാണ്. പിന്നെ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, ഇത് ബേസ് ആണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, അത് ബേസ് ആണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാണ്. പ്രസ്താവന നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കി, കാരണം പദാർത്ഥത്തിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമാണ്. നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് എ ആണ്. ബി, ആസിഡ് ബേസ് സ്വഭാവമുള്ള വസ്തുക്കളെ തിരിച്ചറിയുന്ന താഴെ നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാരങ്ങനീര്, സോപ്പ് വെള്ളം, വിനാഗിരി, അപ്പക്കരലായനി, പുളിവെള്ളം, ചെമ്പരത്തി, പേപ്പർ, മഞ്ഞൾ, പേപ്പർ, ഇത്രയും തന്നിട്ടുണ്ട്. ഇത് വച്ചിട്ട് ഒരു പരീക്ഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സി പറഞ്ഞിരിക്കുന്നത് നാരങ്ങ നീര്, വിനാഗിരി, മോര് എന്നീ ലായനികൾ നീല ലിറ്റ്മസിൽ ചുവപ്പാക്കി. ഇത്തരം ലായനികളുടെ 2 പൊതു സ്വഭാവങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് പുളി, സോർ ടേസ്റ്റ് ഉണ്ടാവും അല്ലെ, പുളി രുചിയുണ്ട്, പിന്നെന്താണ്, നീല ലിറ്റ്മസിനെ എന്താക്കും? ചുവപ്പാക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. നീല ലിറ്റ്മസ് പേപ്പറിനെ അല്ലെ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺ ടു റെഡ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.